നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വൈദ്യപരിശോധനകൾക്കായി സൗദി ഭരണാധികാരി സൽമാൻ രാജാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജിദ്ദയിലെ കിങ് ഫൈസൽ സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിൽ ശനിയാഴ്ച വൈകിട്ടാണ് സൽമാൻ രാജാവിനെ ചില വൈദ്യപരിശോധനയ്ക്കായി പ്രവേശിപ്പിച്ചത്. ഈ വർഷം ഇത് രണ്ടാം തവണയാണ് രാജാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. സൽമാൻ രാജാവിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചോ വൈദ്യപരിശോധനയുടെ സ്വഭാവത്തെക്കുറിച്ചോ സൗദി ഔദ്യോഗിക പ്രസ് ഏജൻസിയുടെ റിപ്പോർട്ട് നൽകിയിട്ടില്ല. 86-കാരനായ രാജാവിനെ സൗദി തുറമുഖ നഗരമായ ജിദ്ദയിലെ കിങ് ഫൈസൽ സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. രാജാവിന്റെ ആരോഗ്യം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. സൽമാൻ രാജാവ് 2015 അധികാരത്തിലേറിയത്. 36-കാരനായ മകൻ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനെ പിൻഗാമിയായി നിയോഗിച്ചു. എന്നിരുന്നാലും ദൈനംദിന കാര്യങ്ങൾ നയിക്കുന്നത് അദ്ദേഹം തന്നെയാണ്. ഇതിനോടകം തന്നെ മുഹമ്മദ് രാജകുമാരനെ അധികാരം ഏൽപ്പിച്ചു കഴിഞ്ഞു. അധികാരത്തിൽ ഉയർത്തപ്പെട്ടതിനു ശേഷം മുഹമ്മദ് രാജകുമാരൻ സാമൂഹിക പരിഷ്കാരങ്ങളിലൂടെ രാജ്യത്തെ ഉയർത്തുകയും രാജകീയ എതിരാളികളെ അകറ്റി നിർത്തുകയും എതിരാളികളെ അടിച്ചമർത്തുകയും ചെയ്തു. ഇത് വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. ഈ വർഷം ആദ്യം സൽമാൻ രാജാവിനെ റിയാദിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഹൃദയ പേസ്മേക്കറിന്റെ ബാറ്ററി മാറ്റാൻ വേണ്ടിയാണെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടാം തവണയാണ് ഒരു വർഷത്തിനിടെ തന്നെ രാജകുമാരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. 2020 പിത്തസഞ്ചി നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയ അദ്ദേഹത്തിന് നടത്തിയിരുന്നു. ഇതേ തുടർന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് വളരെ മോശമായ വാർത്തകൾ പ്രചരിച്ചിരുന്നു. തെറ്റായ വാർത്തകളും അഭ്യൂഹങ്ങളും ഒക്കെ തന്നെ പ്രചരിച്ചിരുന്നു. അതിനുശേഷം വളരെയധികം ആരോഗ്യവാനായി വന്ന അദ്ദേഹമാണ് ഇപ്പോൾ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ പ്രവേശിച്ച അദ്ദേഹത്തിനെ കുറിച്ച് മറ്റ് ആരോഗ്യനിലയെക്കുറിച്ചോ മറ്റ് വിവരങ്ങളോ ഇതുവരെയും പുറത്തു വരുന്നില്ല എന്നതും ഭയപ്പെടുത്തുന്ന കാര്യമാണ്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നത് ആശ്വാസം ഏറുന്ന വാർത്ത തന്നെയാണ്.